ഈ സെമിനാർ ടോപ്പിക്ക് പൾസ് വിഡ്ത്ത് മോഡുലേഷനും പൾസ് പൊസിഷൻ മോഡുലേഷനുമാണ്. ഇത് രണ്ടും ഒരു അനലോഗ് മോഡുലേഷൻ ടെക്നിക്കാണ്. അതിൽ പൾസ് ട്രെയിനും സാമ്പിളിങ്ങും ഇൻവോൾവ് ആണ്. ഇനി പൾസ് വിഡ്ത്ത് മോഡുലേഷനിലാണ് ഈ മെസ്സേജ് സിഗ്നൽ ഈ പൾസിൻ്റെ വിഡ്ത്ത് മോഡുലേറ്റ് ചെയ്യുന്നു. ഇനി പൾസ് പൊസിഷൻ മോഡുലേഷനിലാണെങ്കിൽ ഒരു ഫിക്സഡ് വിഡ്ത്തുള്ള പൾസിൻ്റെ പൊസിഷൻ ഈ മെസ്സേജ് സിഗ്നലിൻ്റെ അടിസ്ഥാനത്തിൽ ചേഞ്ച് ആവുന്നുണ്ട്. ഈ PWM-ൽ പൾസിൻ്റെ വിഡ്ത്ത് ഡിഫറെൻ്റ് ആവുന്നുണ്ട്, പക്ഷേ PPM-ൽ പൾസിൻ്റെ വിഡ്ത്ത് ഡിഫറെൻ്റ് ആവണില്ല. ഇതിൽ രണ്ടിലും ഈ റാൻഡംനെസ് ഉള്ളതുകൊണ്ട് ഈ ടൈം ഡിവിഷൻ മൾട്ടിപ്ലക്സിങ് ഇതിൽ സ്യൂട്ടബിൾ അല്ല. ഈ PWM അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോട്ടോർ കൺട്രോൾ, ഡെലിവറി ഓഫ് പവർ, പിന്നെ വിഡ്ത്ത് ഓഫ് ദ പൾസ്, ഇതൊക്കെയാണ്. ഈ PWM-ഉം PPM-ഉം ടുഗദർ നോൺ ആസ് പൾസ് ടൈം മോഡുലേറ്റർ ഓർ PTM. ഇതിൻ്റെ മോഡുലേഷനും ഡിമോഡുലേഷനും ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ലെറ്റ് us consider the simplest method for PWM generation. ഫസ്റ്റ് ഒരു കമ്പറേറ്റർ ഉപയോഗിച്ച് PWM സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയും മറ്റൊരു ഇൻപുട്ടായിട്ട് സോട്ട് സിഗ്നൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പിന്നെ ഒരു കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ ഈ PWM സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ സോട്ട് ഓഫ് സിഗ്നലിൻ്റെ ഫോളിംഗ് എഡ്ജിൻ്റെ ഒപ്പം PWM സിഗ്നലിൻ്റെ റൈസിങ് എഡ്ജ് വരുന്ന രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ ഫിഗർ 1A ആണ് PWM ജനറേഷൻ ബൈ എ കമ്പറേറ്റർ. ഇവിടെ നമ്മളൊരു സോട്ട് ഓഫ് സിഗ്നലാണ് യൂസ് ചെയ്യുന്നത്. ഒരു കമ്പറേറ്റർ ഉപയോഗിച്ച് ഈ സോട്ട് ഓഫ് സിഗ്നലിനെ മെസ്സേജ് സിഗ്നലായിട്ട് കമ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. കമ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ട് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് മാറുന്നു. സോട്ട് ഓഫ് സിഗ്നൽ ഏറ്റവും കുറഞ്ഞ വാല്യൂലാവുമ്പോൾ കമ്പറേറ്റർ ഔട്ട്പുട്ട് പോസിറ്റീവായിരിക്കും. സോട്ട് ഓഫ് സിഗ്നലിൽ മെസ്സേജ് ത്രെഷോൾഡ് വാല്യൂവിനേക്കാളും കൂടുതലാവുമ്പോൾ കമ്പറേറ്റർ ഔട്ട്പുട്ട് നെഗറ്റീവ് ആകും. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. നൗ വി ടേൺ ഓൺ അറ്റൻഷൻ ടു PPM ജനറേഷൻ. ഈ PPM സിഗ്നലും PWM സിഗ്നലിൻ്റെ പോസ്റ്റ് പ്രോസസ്സിങ്ങിലൂടെയാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് PWM സിഗ്നൽ ടു ഇൻവെർട്ടറിലേക്ക് കൊടുക്കുന്നു. അത് PWM സിഗ്നൽ അതൊരു ഇൻവെർട്ടർ വഴി കടത്തിവിടുന്നു. ഇത് സിഗ്നലിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് നെഗറ്റീവ് ആക്കി മാറ്റുകയും നെഗറ്റീവ് ഭാഗത്ത് പോസിറ്റീവ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. അതായത് സിഗ്നലിൻ്റെ പൊളാരിറ്റി മാറ്റപ്പെടുന്നു. ഈ ഇൻവെർട്ടർ ഔട്ട്പുട്ട് ഒരു ഡിഫറൻഷ്യേറ്റർ വഴി കടത്തുന്നു. ഇത് സിഗ്നലിൻ്റെ ഹൈ ടു ലോ താഴെ വരെയുള്ള മാറ്റം സംഭവിക്കുന്ന സ്ഥലത്ത് സ്പൈക്ക് ഉണ്ടാക്കുന്നു. അതായത് ഹൈ ടു ലോ മാറുന്ന സ്ഥലത്ത് പോസിറ്റീവ് സ്പൈക്കും ലോ ടു ഹൈ മാറുന്ന സ്ഥലത്ത് നെഗറ്റീവ് സ്പൈക്കും ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് പൾസ് വിഡ്ത്ത് ഇല്ലാതായ ഒരു പൾസ് ട്രെയിൻ ഉണ്ടാകുന്നു. ഈ സ്പൈക്കുകൾ ഒരു എഡ്ജ് ട്രിഗേർഡ് ഫിക്സ്ഡ് വിഡ്ത്ത് പൾസ് ഉണ്ടാക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഈ പൊസിഷൻ മാറിയ സ്ഥലത്ത് ഒരു ഫിക്സ്ഡ് വിഡ്ത്തുള്ള പൾസ് ഉണ്ടാകുന്നു. ഈ PWM സിഗ്നലിൻ്റെ ഈ വിഡ്ത്ത് ഇൻഫർമേഷൻ PPM സിഗ്നലിൻ്റെ പൾസ് വിഡ്ത്ത് ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ PWM സിഗ്നൽ എങ്ങനെ ഉണ്ടാകുന്നു, അതിനെ PPM ആക്കി എങ്ങനെ മാറ്റുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ PWM എന്ന് പറയുന്നത് ഒരു മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ച് പൾസിൻ്റെ വീതി മാറ്റുന്ന സിസ്റ്റമാണ്. ഇവിടെ PPM സിഗ്നലിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ പ്രവർത്തനമാണ് പറയുന്നത്. ഒരു പോസിറ്റീവ് സ്പൈക്സ് ഉണ്ടാകുമ്പോൾ കോയിൻസിഡിങ് വിത്ത് ദ ഫാളിംഗ് എഡ്ജ് ഓഫ് ഒറിജിനൽ PWM സിഗ്നൽ. The occurrence of these falling edges dependent on input messages, hence they delay in occurrence of these fixed width pulses and are proportional to the amplitude of input messages at that instant. These are PPM outputs where position of pulse in a sample period carry input message information. Principle of PWM and PPM generation ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മളിതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ മെത്തേഡിനെയാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അതല്ലാണ്ട് വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്, അത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡിൽ സോട്ട് ഓഫ് വേവും ഇൻപുട്ട് സിഗ്നലും കമ്പയർ ചെയ്യുന്നു. ഇതിൽ കമ്പറേറ്റർ യൂസ് ചെയ്തിട്ട് സോട്ട് ഓഫ് വേവിൻ്റെ മെസ്സേജ് സിഗ്നലിനൊപ്പം ആഡ് ചെയ്യുക ചെയ്യുന്നത്. ഈ കമ്പറേറ്റർ ഹൈ ആവുമ്പോൾ സോട്ട് ഓഫ് വേവിൻ്റെ
സിഗ്നൽ ലോ ആവും. പൾസ് വിഡ്ത്തും മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചാണ് ഇത് ഉണ്ടാവുന്നത്. മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ പൾസ് PWMൻ്റെ പൾസിൻ്റെ വിഡ്ത്ത് കുറയും. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുമ്പോൾ PWMൻ്റെ പൾസിൻ്റെ വിഡ്ത്ത് കുറയും. PPMൽ ഈ പൾസ് സിഗ്നലിൻ്റെ വിഡ്ത്ത് ഫിക്സ് ആണെങ്കിൽ അതിൻ്റെ പൊസിഷന് മാറുന്നുണ്ട്. IC 711 RC ഡിഫറൻഷ്യേറ്റർ ഉപയോഗിച്ച് നമുക്ക് PWM PPM സിഗ്നൽ ഉണ്ടാക്കാം. ഇവിടെ IC 710 ഒരു കമ്പറേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. ഇൻവെർട്ടർ ഡിഫറൻഷ്യേറ്റർ ബ്ലോക്ക് അതായത് ഒപ്പ് ആംപ് ആൻഡ് RC കമ്പണൻസ് ഉപയോഗിച്ച് ഇത് രൂപപ്പെടുത്താം. ഫിക്സ്ഡ് വിഡ്ത്ത് പൾസ് ജനറേറ്റർ ഒരു മോണോസ്റ്റേബിൾ ഡിവൈസ് ഉപയോഗിച്ചാണ് ഇവിടെ നിർമ്മിക്കുന്നത്. IC 555 RC ഡിഫറൻഷ്യേറ്റർ ഉപയോഗിച്ച് PWM സിഗ്നൽ ഉണ്ടാക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ള കണക്ഷൻ ഉപയോഗിച്ച് നമുക്കിവിടെ PPM മോഡുലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ PPMനെ PWMലേക്ക് മാറ്റാനായിട്ട് ഈ എഡ്ജ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ പോസിറ്റീവ് എഡ്ജ് ക്ലോക്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. PPM സിഗ്നലിൽ പോസിറ്റീവ് എഡ്ജ് വരുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് റീസെറ്റ് ചെയ്യും. PPM പൾസുകളുടെ ഡിലേ ഇൻ അറൈവൽ കൂടുമ്പോൾ Q ഔട്ട്പുട്ട് കുറച്ചും കൂടി നീണ്ടു നിൽക്കും. ക്ലോക്ക് എഡ്ജിൻ റൈസിങ് സമയത്ത് വീണ്ടും ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റാകും. അവസാനം ഫ്ലിപ്പ് ഫ്ലോപ്പ് ഔട്ട്പുട്ട് PWM ഔട്ട്പുട്ടായിട്ട് ലഭിക്കും. PWM പൾസ് വിഡ്ത്ത് ഈക്വൽ ടു മെസ്സേജ് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഇനി നമുക്ക് ഡിമോഡുലേഷൻ ഓഫ് PWM ആൻഡ് PPM ഡിസ്കസ് ചെയ്യാം. ഈ PWM ഡിമോഡുലേഷനിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് RAMB ആയിട്ട് എഡ്ജ് ആൻഡ് സ്റ്റോപ്പ് ചെയ്യുന്നത് നെഗറ്റീവ് എഡ്ജ് വരുമ്പോഴാണ്. ഇത് അതുകൊണ്ട് വിഡ്ത്ത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. These ramps will each different height in each cycle, which is directly proportional to the pulse width, and in turn the amplitude of the modulating message. മോഡുലേറ്റ് ചെയ്ത സിഗ്നൽ ഒരു ലോ പാസ് ഫിൽറ്റർ വഴി കടന്നു പോകും. അവ ഒരു എൻവലപ്പ് ഫോളോ ചെയ്യുന്നുണ്ട്. ഈ PPM ഡിമോഡുലേഷൻ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ RAMB ഒരു പൾസിൻ്റെ എഡ്ജിൽ ആരംഭിച്ചിട്ട് ഇതിൻ്റെ പൾസിൻ്റെ എഡ്ജിൽ സ്റ്റോപ്പ് ആവുന്നുണ്ട്. ഇത് പൾസിൻ്റെ ഡിലേ നോക്കിയിട്ടാണ് ഒരു പ്രത്യേക ഉയരമുള്ള RAMB ജനറേറ്റ് ചെയ്യുന്നത്. ഈ ഉയരം മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനെ ഡിപ്പെൻഡ് ആയിരിക്കും. ഇതൊരു ലോ പാസ് ഫിൽറ്റർ ഉപയോഗിച്ച് നമ്മൾ ഡിമോഡുലേറ്റ് ചെയ്യുന്നു. ലോ പാസ് ഫിൽറ്റർ ഉപയോഗിച്ച് ഒരു എൻവലപ്പ് ഫിൽറ്ററിങ് ചെയ്തിട്ട് ആ മെസ്സേജ് നമുക്ക് തിരികെ കിട്ടുന്നുണ്ട്. ഒരു സിങ്ക്രോണസ് ക്ലോക്ക് കിട്ടുമ്പോൾ നമുക്ക് PPMനെ PWM ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ PWM ഡിമോഡുലേറ്റർ can be used to get the message signal back. Between PWM and PPM, the latter gives better performance in a noisy system. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് സിഗ്നൽസ് ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളിലെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നതാണ് നോയ്സ്. ഒരു ചാനൽ നോയ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ കഴിയില്ല. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ക്വാണ്ടൈസേഷൻ ഉപയോഗിക്കുന്നത്. നോയ്സ് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല, അത് കുറക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ MT എന്ന് പറയുന്ന MTയെ MQ എന്ന അപ്രോക്സിമേറ്റ് സിഗ്നലിലേക്ക് മാറ്റുന്നു. കാരണം ക്വാണ്ടൈസേഷൻ സിഗ്നൽ MQTക്ക് ഒരു ഗ്രേറ്റ് മെറിറ്റ് ഉണ്ട്. കാരണം അതിനെ നമുക്ക് നോയ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്വാണ്ടൈസേഷൻ ഓപ്പറേഷൻ ഒരു ഫിഗർ 5.21 റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ആയിരിക്കും. MT എന്ന് പറയുന്ന ഒറിജിനൽ സിഗ്നലിനെ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ അത് ഈക്വൽ ലെവലായിട്ട് മാറും. അതിൻ്റെ സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് S=VH - VL × M ആണ്. ഓരോ ലെവലിനെയും M0, M1, M2, M×M-1 എന്നിങ്ങനെ നമുക്ക് നെയിം കൊടുക്കാം. MT ഒരു പ്രത്യേക റേഞ്ചിൽ വരുമ്പോൾ അതിന് ഏറ്റവും അടുത്ത ക്വാണ്ടൈസേഷൻ ലെവലിലേക്ക് M×QT അപ്ഡേറ്റ് ചെയ്യും. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത് ഏറ്റവും അടുത്ത് എവിടെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. MQT റിപ്പീറ്റഡ് ആയിട്ട് മാറൂല, മറിച്ച് ഒരു സ്റ്റെപ്പ് സൈസ് Sൽ മാത്രം മാറ്റം വരുള്ളൂ.
ഈ എം ഓഫ് ടിയും എം ഓഫ് ക്യൂ ടിയും തമ്മിലുള്ള ഡിഫറൻസിനെ കോണ്ടൻസേഷൻ എറർ എന്ന് പറയുന്നത്. അതായത് എം ഓഫ് ടി മൈനസ് എം ഓഫ് ക്യൂ ടി ക്യൂ ഓഫ് ടി എന്ന് പറയുന്നതാണ് കോണ്ടൻസേഷൻ എറർ. ഈ എറർ എപ്പോഴും S/2 കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു കോണ്ടൻസേഷൻ സിഗ്നൽ ഈസ് എൻ അപ്രോക്സിമേഷൻ ടു ദ ഒറിജിനൽ സിഗ്നൽ. ഈ അപ്രോക്സിമേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സൈസ് ഓഫ് ദ സ്റ്റെപ്പ് സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. thereby increasing the number of allowable levels. Eventually, with the small enough steps, the human ear or the eye will not be able to distinguish the original from the condensed signal. Figure 5.22a condenser signal with the added noise. 5.22b condenser output ആണ് കാണിക്കുന്നത്. Now let us consider that our condenser signal has arrived at a repeater somewhat and corrupted by noise. അതായത് ഒരു കോണ്ടൻസ് ചെയ്ത സിഗ്നൽ റിപ്പീറ്ററിലേക്ക് എത്തുമ്പോൾ അത് അറ്റന്യൂറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ നോയ്സ് കറപ്റ്റഡ് ചെയ്തിരിക്കും. ഈ റിപ്പീറ്ററിന് കോണ്ടൻസർ ആൻഡ് ആംപ്ലിഫയർ ഉണ്ടാക്കും. നോയ്സ് സിഗ്നൽ സൂപ്പർഇമ്പോസ് ചെയ്യും. കോണ്ടൻസേഷൻ ലെവലുകൾ തെറ്റാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ നോയ്സ് കൂടുതലാണെങ്കിൽ കോണ്ടൻസേഷൻ ലെവലിൽ എറർ ഉണ്ടാകും. ഈ കോണ്ടൻസർ സിഗ്നലിനെ കോണ്ടൻസ് ചെയ്ത ലെവലുകൾക്ക് തിരിച്ച് വീണ്ടെടുക്കും. നോയ്സ് ചെറിയതാണെങ്കിൽ കോണ്ടൻസർ അതിനെ ശരിയായ ലെവലിൽ ക്ലാസിഫൈ ചെയ്യുന്നു. നോയ്സ് കൂടുതലായാൽ റോങ് ലെവൽ ഡിറ്റക്ഷൻ സംഭവിക്കും. സ്റ്റെപ്പ് സൈസ് കുറച്ചാൽ നോയ്സ് സംഭവിക്കുന്ന ഇത് കുറയും. കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇൻസ്റ്റൻ്റ് നോയ്സ് വോൾട്ടേജ് സാധാരണയായിട്ട് കോണ്ടൻസ്ഡ് ലെവലിൻ്റെ S/2 കൂടാറില്ല. കോണ്ടൻസർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് will consist of succession of level duplicating the original condensed signal and with the noise removed. നോയ്സ് ലെവൽ കുറവാണെങ്കിൽ കോണ്ടൻസർ അതിനെ ശരിയായ ലെവലിലേക്ക് മാറ്റും. നോയ്സ് കൂടുതലായാൽ കോണ്ടൻസേഷൻ ലെവൽ എറർ ഉണ്ടാകും. നോയ്സിൻ്റെ ഇൻസ്റ്റൻ്റേനിയസ് ആംപ്ലിറ്റ്യൂഡ് S/2 കുറവാണെങ്കിൽ കോണ്ടൻസർ ഔട്ട്പുട്ട് അതിലുണ്ടാവില്ല. നോയ്സ് S/2 കൂടുതലാവുമ്പോൾ എറർ ലെവൽ സെലക്ഷൻ ഉണ്ടാവും. നോയ്സ് മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെങ്കിലും അതിനൊരു കുറവുള്ള പ്രോബിലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. മുഴുവൻ നോയ്സ് ഇല്ലാതാവുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. Now we have shown that through the method of signal condensation, the effect of the additive noise can be significantly reduced. ഈ കോണ്ടൻസറിലുള്ള ലെവൽ സ്പേസിംഗ് ക്രമീകരിച്ച് നോയ്സിൻ്റെ അറ്റന്യൂഷൻ കുറക്കാം. ഇത് MFTൻ്റെ ഇത് കുറക്കാൻ സഹായിക്കും. നോയ്സ് പവർ കുറയുമ്പോൾ കോണ്ടൻസേഷൻ എറർ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. ഇതോടെ സിഗ്നൽ കൂടുതൽ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയും. PFQ can also be reduced by increasing the step size S. സ്റ്റെപ്പ് സൈസ് കുറക്കുമ്പോൾ ഈ കോണ്ടൻസേഷൻ എറർ കുറക്കാം. പക്ഷേ ഇത് സിഗ്നലിനും കോണ്ടൻസർ സിഗ്നലിനും വേണ്ടിയുള്ള വ്യത്യാസം ഇൻക്രീസ് ചെയ്യും. ഇതാണ് കോണ്ടൻസേഷൻ നോയ്സ് എന്ന് പറയുന്നത്. ഈ MFTയും MQFTയും ഈക്വൽ ആയിരിക്കില്ല. ഈ വ്യത്യാസം കോണ്ടൻസേഷൻ നോയ്സ് എന്ന് പറയുന്നത്. The received signal is not a perfect replica of the transmitted signal MFT. The difference between them is due to the errors caused by additive noise and condensation noise. These noises are discussed further. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണ്ടൻസേഷൻ എററാണ്. ഈ കോണ്ടൻസേഷൻ എറർ എന്ന് പറയുന്നത് കോണ്ടൻസേഷൻ പ്രോസസ്സിൽ ഉണ്ടാകുന്ന തെറ്റിനെയാണ് നമ്മൾ കോണ്ടൻസേഷൻ എറർ എന്ന് പറയുന്നത്. ഈ ഒറിജിനൽ സിഗ്നൽ MFTയും കോണ്ടൻസ്ഡ് സിഗ്നൽ MQFTയും തമ്മിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഈ ഡിഫറൻസിനെയാണ് കോണ്ടൻസേഷൻ എറർ എന്ന് പറയുന്നത്. ഇതിനെ കോണ്ടൻസേഷൻ നോയ്സും എന്ന് പറയുന്നു. ഈ കോണ്ടൻസേഷൻ എറർ ഈസ് ഈക്വൽ ടു MFT ഈസ് ഈക്വൽ ടു MQFT ആണ്. ഈ MFT എന്ന് പറയുന്നത് ഒറിജിനൽ സിഗ്നലും MQFT എന്ന് പറയുന്നത് കോണ്ടൻസ്ഡ് സിഗ്നലുമാണ്. ഈ ടോട്ടൽ പീക്ക് ടു പീക്ക് റേഞ്ച് ഓഫ് മെസ്സേജ് സിഗ്നൽ MFTനെ നമുക്ക് M ഈക്വൽ വോൾട്ടേജ് ആക്കി ഡിവൈഡ് ചെയ്യാം. എല്ലാത്തിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് S വോൾട്ട്സ് ആയിരിക്കും. സെൻറ്റർ ഓഫ് ഈച്ച് വോൾട്ടേജ് ഇൻ്റർവെൽ വി ലൊക്കേറ്റ് എ കോണ്ടൻസേഷൻ ലെവൽ M1, M2, etc. M1 as shown in figure 5.23a.
അങ്ങനെ ഇവിടെ കോണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് എം ഓഫ് ടി എന്ന് പറയുന്നത് എം ഓഫ് ടി മൈനസ് എം ഓഫ് കെ ആണ്. ദ കോണ്ടൈസഡ് ഔട്ട്പുട്ട് വിൽ ബി ആയിരിക്കും എം കെ. ദ മീൻ സ്ക്വയർ കോണ്ടൈസേഷൻ എറർ ആണ് E2 bar is equal to integral m1 minus s by 2 into m1 plus s by 2 f of m into m1 minus m1 whole square into dm plus integral m2 minus s by 2 to m2 plus s by 2 f of m into m minus m2 the whole square dm plus etc. ഇവിടെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എം ഓഫ് മെസ്സേജ് സിഗ്നൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ബട്ട് ദ നമ്പർ എം ഓഫ് കോണ്ടൈസേഷൻ ലാർജ് ആയിരിക്കും. സോ ദ സ്റ്റെപ്സ് എസ് ഈ സ്മോൾ ആയിരിക്കും. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് certainly reasonable to make the approximation that f of m is constant within each condensation range. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ടേം ഓഫ് ഇക്വേഷൻ 5.24 we set f of m is equal to f of 1 a constant. In the second term f of m is equal to f of 2 etc. We now remove f1 f2 etc. from inside the integral sign if we make the substitution x equal to m minus mk. Equation 5.24 E2 bar is equal to f of 1 plus f of 2 plus etc. plus integral minus s by 2 to s by 2 x square dx is equal to f1 plus f2 plus etc. plus s cube by 12 s square by 12 ആയിട്ട് മാറും. അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് എസ് ബൈ 2 പ്ലസ് എക്സെട്ര പ്ലസ് എസ് സ്ക്വയർ ബൈ 12 ആക്കി മാറ്റും. Now f1 is the probability that the signal value m of t will be in the first condensation range. F of 2 is the probability that m is in the second condensation range. Hence the sum of term in the parenthesis ഇതിൻ്റെ ഉള്ളിലുള്ള ടേംസ് ആസ് ടോട്ടൽ വാല്യൂ അത് യൂണിറ്റി ആയിരിക്കും. അതുകൊണ്ട് ഇത് മീൻ സ്ക്വയർ കോണ്ടൈസേഷൻ എറർ ഈസ് E2 bar is equal to E square by 12. ഇത്രയാണ് കോണ്ടൈസേഷൻ എറർ ഉള്ളത്.